ഹായ് സുഹൃത്തുക്കളെ, RRB ജൂനിയർ എഞ്ചിനീയർ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോഴേ പഠിക്കണോ? നമുക്കറിയാം, തൊട്ട് മുന്നേ ഒരു പരീക്ഷ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത കുറേ ആളുകൾ ഇത് കാണുന്നുണ്ടാവും. അടുത്തൊരു നോട്ടിഫിക്കേഷൻ ഉടനെ വരുമോ, ഇനിയിപ്പോൾ പരീക്ഷ ഈ വർഷം ഉണ്ടാവുമോ, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ഈ വർഷം അടുത്തൊരു നോട്ടിഫിക്കേഷൻ ഉണ്ടാവുമോ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. തീർച്ചയായിട്ടും മനസ്സിലാക്കുക, RRB കഴിഞ്ഞ വർഷം പുറത്തിറക്കിയ 2025 എക്സാം കലണ്ടർ അനുസരിച്ച് പുതിയ നോട്ടിഫിക്കേഷൻ ഈ വർഷം തന്നെ വരും. അതായത് എല്ലാ വർഷവും അല്ലെങ്കിൽ ഒന്നിടവിട്ട വർഷങ്ങളിലെങ്കിലും RRB JEE ഉൾപ്പെടെയുള്ള വിവിധ തസ്തികകളിലേക്ക്, ഈ പറഞ്ഞ ടെക്നീഷ്യൻ ആണെങ്കിലും ALP ആണെങ്കിലും അത്തരം പോസ്റ്റുകളിലേക്കൊക്കെ RRB തുടർച്ചയായിട്ട് നോട്ടിഫിക്കേഷൻസ് പുറത്തിറക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് 2025 ഇനി ഒരു നോട്ടിഫിക്കേഷൻ വരാനുണ്ട്. അത് ഈ വർഷം തന്നെ വരികയും ചെയ്യും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഒരു കലണ്ടർ എന്ന് പറയുന്നത് 2024 RRB പബ്ലിഷ് ചെയ്ത കലണ്ടറാണ്. അത് കഴിഞ്ഞ തവണത്തെ നോട്ടിഫിക്കേഷൻ ആ സമയത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ പരീക്ഷ നമുക്കറിയാം ഡിസംബറിൽ CBT 1 നടന്നു. അതിന്റെ റിസൾട്ട് ഒരു മാർച്ച് സമയത്തേക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് CBT 2 ഏപ്രിലിൽ നടന്നു. CBT 2 ചില സെക്ഷൻസ് ഒക്കെ ചില പരീക്ഷകൾ ക്യാൻസൽ ചെയ്തിട്ട് വീണ്ടും അവർ നടത്തുകയൊക്കെ ഉണ്ടായി അല്ലേ. അപ്പോൾ ആ പ്രോസസ്സ് ഇവിടെ അവസാനിച്ചു. അപ്പോൾ പുതിയ നോട്ടിഫിക്കേഷൻ ഇനി വരാനിരിക്കുകയാണ്. അപ്പോൾ അത് പ്രകാരം ഈ വർഷം തന്നെ ഇവർ പറഞ്ഞത് പ്രകാരം ഇപ്പൊ ജൂനിയർ എഞ്ചിനീയർ, RRB ജൂനിയർ എഞ്ചിനീയർ, അതേപോലെ കെമിക്കൽ മെറ്റലർജിക്കൽ CMA കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റന്റ് തുടങ്ങിയ നോട്ടിഫിക്കേഷൻസ് ഒരു ജൂലൈ സെപ്റ്റംബർ സമയത്തേക്ക് വരും എന്നുള്ളതാണ് RRB അറിയിച്ചിരിക്കുന്നത്. പക്ഷെ നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇവിടെ ശ്രദ്ധിക്കുക, ജനുവരി മാർച്ച് സമയത്തേക്ക് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ നോട്ടിഫിക്കേഷൻ വരും എന്ന് കഴിഞ്ഞ വർഷം പറഞ്ഞിരുന്നു. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് നോട്ടിഫിക്കേഷൻ ജനുവരി മാർച്ച് സമയത്തേക്ക് വരുമെന്ന് പറഞ്ഞിരുന്നു. അത് വന്നിട്ടുണ്ട്. അത് ജനുവരി 2025 അതിന്റെ CEN കോമൺ നോട്ടീസ് പുറത്തിറക്കുമെന്നൊക്കെ പറഞ്ഞെങ്കിലും ഒരു ഏപ്രിൽ സമയത്തേക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നു. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കുക, ഒരു ജനുവരി മാർച്ച് സമയത്ത് എന്ന് പറഞ്ഞത് ഒരു ഏപ്രിൽ സമയത്ത് വന്നു. അപ്പോൾ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് നോട്ടിഫിക്കേഷൻ ഈ വർഷം വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കലണ്ടർ പ്രകാരം ഈ വർഷം ആ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ജൂനിയർ എഞ്ചിനീയറുടെ നോട്ടിഫിക്കേഷൻ, RRB ജൂനിയർ എഞ്ചിനീയർ, CMA, ഇത് രണ്ടും ആയിക്കോട്ടെ, ഇതിന്റെയൊക്കെ നോട്ടിഫിക്കേഷൻ ഈ ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലേക്ക് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ മാസത്തിൽ, അതായത് 2025 സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ മാസങ്ങളിലായിട്ട് പുതിയ നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ ഇത് ഈ ജോലി ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പ്രത്യേകിച്ചും ഈ സമയത്ത് ഇത്തവണ കോഴ്സ് പാസ്സായ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചും ഇത്തവണത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ മാസങ്ങളിലേക്ക് RRB ജൂനിയർ എഞ്ചിനീയറുടെ പുതിയ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ RRB CMA ആണെങ്കിലും ഫിസിക്സ് കെമിസ്ട്രി ഡിഗ്രി ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അവർക്കും പുതിയ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് ഈ ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിട്ട്. അപ്പോൾ കൃത്യമായിട്ട് ചിട്ടയോടുകൂടി ഇതിന് പഠിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിച്ചാൽ മതിയോ എന്ന് ചോദിച്ചാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ തവണത്തെ നോട്ടിഫിക്കേഷൻ നമുക്കറിയാം ഏതാണ്ട് കഴിഞ്ഞ വർഷം അവസാനത്തോടു കൂടിയാണ് വന്നത്. ഒരു ഓഗസ്റ്റ് സമയത്തേക്കൊക്കെയാണ് കഴിഞ്ഞ തവണത്തെ 2024 ഓഗസ്റ്റ് സമയത്തേക്കാണ് കഴിഞ്ഞ തവണത്തെ നോട്ടിഫിക്കേഷൻ വന്നത്. അതെന്നിട്ട് പരീക്ഷ നടന്നത് CBT 1 നടന്നത് ഡിസംബർ മാസത്തേക്കായിരുന്നു. അതായത് നമ്മുടെ 2024 ഡിസംബർ ആപ്ലിക്കേഷൻ കഴിഞ്ഞിട്ട് ഒരു 2 മാസം അല്ലെങ്കിൽ 3 മാസം കഴിഞ്ഞപ്പോഴത്തേന് CBT 1 നടന്നു. CBT 2 നടന്നത് എന്താണെന്ന് ഓർമ്മയുണ്ടോ? CBT 2 നടന്നത് ഏപ്രിലാണ്. അതായത് ഡിസംബർ കഴിഞ്ഞിട്ട് മാർച്ച് ഏപ്രിൽ ആ സമയത്താണ്. അതായത് ഡിസംബർ കഴിഞ്ഞിട്ട് ഒരു 3 മാസം മാത്രമേ നമുക്ക് CBT 2 കിട്ടിയുള്ളൂ. ഈ CBT 1 റിസൾട്ട് വന്നത് മാർച്ചിലാണ്. CBT 1 റിസൾട്ട് വന്നത് മാർച്ചിലാണ്. തൊട്ടടുത്ത മാസം തന്നെ ഏപ്രിൽ തന്നെ CBT 2 നടക്കുകയും ചെയ്തു. അപ്പോൾ ഇത് തമ്മിലുള്ള ഗ്യാപ്പുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നോട്ടിഫിക്കേഷൻ വന്നു, ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞു, 3 മാസത്തിനുള്ളിൽ CBT 1 നടക്കും. അത് കഴിഞ്ഞിട്ട് ഒരു 3 മാസത്തിനുള്ളിൽ എന്ത് നടക്കും? CBT 2 നടക്കും. അപ്പോൾ തമ്മിൽ വലിയ ഗ്യാപ്പ് ഒന്നുമില്ല. കൃത്യമായിട്ട് പഠിക്കാൻ നമുക്ക് വളരെ ചുരുങ്ങിയ സമയമുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഈ ജോലി ആഗ്രഹിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഇന്ന് മുതൽ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. കാരണം ഈ നോട്ടിഫിക്കേഷൻ ഒരു ഒക്ടോബർ മാസത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ, സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബറിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡിസംബറിൽ അല്ലെങ്കിൽ ജനുവരിയിലേക്ക് 2026 ജനുവരിയിലേക്കൊക്കെ CBT 1 പ്രതീക്ഷിക്കാം. CBT 1 നമുക്കറിയാം ജനറൽ ടോപ്പിക്കുകളാണ് പ്രധാനമായിട്ടുള്ളത്. അത് പാസ്സായെങ്കിലേ നമുക്ക് CBT 2 എഴുതാൻ സാധിക്കുകയുള്ളൂ. ജനുവരിയിൽ CBT 1 നടന്നാൽ ഒരു ഏപ്രിൽ മെയ് മാസങ്ങളിലേക്ക് CBT 2 എഴുതാം. CBT 2 എന്തുണ്ട്? നമ്മുടെ ട്രേഡ് ഉണ്ട് അല്ലെ. മെക്കാനിക്കൽ ആണെങ്കിൽ അത്, ഇലക്ട്രിക്കൽ ആണെങ്കിൽ അത്, സിവിൽ ആണെങ്കിൽ അത്, അതുമായി ബന്ധപ്പെട്ട
ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, CMA-കാർക്ക്. അപ്പോൾ അതൊക്കെ ഈ പറഞ്ഞതുപോലെ CBT 2-ന്റെ സമയത്ത് നമുക്ക് പഠിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതെല്ലാം കൂടെ പഠിക്കാൻ നമുക്ക് ഒരുപാട് സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് ഇപ്പോഴേ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ CBT 2-ലെ ട്രേഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പഠിക്കുക. മെക്കാനിക്കൽ ആണെങ്കിലും സിവിൽ ആണെങ്കിലും ഇലക്ട്രിക്കൽ ആണെങ്കിലും ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ഏത് ട്രേഡ് ആണെങ്കിലും അത് ഇപ്പോൾ മുതൽ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. കാരണം നമ്മൾ CBT 2 എഴുതാൻ വേണ്ടിയിട്ട് CBT 1-ന്റെ റിസൾട്ട് വന്നിട്ട് കാത്തിരുന്നാൽ ഒറ്റ മാസമേ കിട്ടുള്ളൂ. ആ ഒറ്റ മാസം കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് ഈ സിലബസ് പൂർണ്ണമായിട്ട് നന്നായിട്ട് കവർ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇപ്പോൾ മുതൽ തന്നെ പഠിച്ചു തുടങ്ങുക. കോച്ചിങ്ങിന്റെ സഹായം ആവശ്യമുണ്ടെങ്കിൽ I+ന്റെ കോഴ്സുകൾ അവൈലബിൾ ആണ്. RRB JEE CBT 1-ന്റെ കോമൺ ആണ് കോഴ്സ്, വളരെ ചെറിയ ഫീസിൽ അവൈലബിൾ ആണ്. CBT 2 മെക്കാനിക്കൽ, സിവിൽ, അതുപോലെ CMA RRB JEE CMA-യുടെ CBT 2 CMA-യുടെ കോഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതിൽ നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒട്ടും വൈകണ്ട, നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നോളും. റെയിൽവേയിൽ ഒരു കേന്ദ്ര സർക്കാർ ജോലി നേടാൻ നിങ്ങൾക്ക് ആവട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.